നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കഴിഞ്ഞ ദിവസം നിർണായകമായിട്ടുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. പേരിൽ മാത്രമാണ് വ്യത്യാസം, ആളിലും ചെറിയ വ്യത്യാസമുണ്ട്. അതായത് പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് എങ്കിലും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് രാഹുൽ ഈശ്വറിനെയാണ്. രാഹുൽ മാങ്കൂട്ടൻ തെറ്റുകാരനാണ് എന്ന തരത്തിൽ വാർത്തകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് രാഹുലിനെ മാത്രം ക്രൂശിക്കപ്പെടുന്നു എന്ന തരത്തിൽ രാഹുൽ ഈശ്വർ നിരവധി പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് നിർണായകമായിട്ടുള്ളൊരു നടപടി എന്നോണം രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ല എങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചിലരെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് സാരം. ഇവിടെ യുവതിയാണ് ഈ രാഹുൽ ഈശ്വറിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളുടെ തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വറിനെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇയാളെ അല്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് പോലീസിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഒരു യുവതി പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഉടനടി നടപടിയെടുക്കുക എന്നുള്ളത് പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിനെ ഇവിടെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യുവതി തന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കി തന്റെ ഫോട്ടോ സഹിതം രാഹുൽ ഈശ്വർ തന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പരാതി നൽകിയിരിക്കുന്നത്. അങ്ങനെ പറയുന്ന പരാതിയുടെ അടിസ്ഥാനമായിട്ടുള്ള വീഡിയോയിൽ പോലും ഒരു തവണ പോലും രാഹുൽ ഈശ്വറിന്റെ വീഡിയോയിൽ പെൺകുട്ടിയുടെ ചിത്രം കാണിക്കുന്നതായി തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. AI ചിത്രങ്ങളൊക്കെയാണ് രാഹുൽ ഈശ്വർ പബ്ലിഷ് ചെയ്തിട്ടുള്ള വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും പരാതിക്കാരിയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് തന്റെ ഐഡന്റിറ്റി വ്യക്തമാക്കിയിട്ടുള്ള തന്നെ അപമാനിച്ചിട്ടുള്ള രാഹുൽ ഈശ്വറിനെതിരെ നടപടിയെടുക്കണം എന്നുള്ളതാണ്. ആ ഒരു നടപടി ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലൊരു സംഭവ വികാസങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനിടെ കിട്ടിയ അവസരം മുതലെടുക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകളെ കുറിച്ചാണ് പറയാൻ വരുന്നത്. അതായത് കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുലിനെ ട്രോളിക്കൊണ്ട് ഒരാൾ രംഗത്തെത്തി. അതായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും CPM നേതാവുമായിട്ടുള്ള PP ദിവ്യയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാം ആരാണ് PP ദിവ്യ എന്ന്. ഒരു സഖാവ് എന്ന് പറയുന്നതിനേക്കാൾ ADM നവീൻ ബാബുവിന്റെ മരണത്തിന്റെ പ്രധാനി എന്ന് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ആൾ എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ മലയാളികൾക്ക് പെട്ടെന്ന് PP ദിവ്യ എന്ന് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി, അതായത് തന്റെ ഭാഗത്ത് ഏറ്റവും വലിയൊരു കുറ്റമുണ്ടായിട്ട് യാതൊരു കുറ്റബോധവും ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ എതിർ പാർട്ടിയെ തകർക്കാൻ കിട്ടിയ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. സ്വന്തം പാർട്ടിയിലെ ആളുകൾക്കെതിരെ ഇത്തരത്തിൽ ലൈംഗിക ആരോപണ പരാതി ഉയർന്നപ്പോൾ അതിന്റെ തീവ്രത അളക്കാൻ പോലും ഒരു സംഘത്തെ നിയോഗിച്ച പാർട്ടിയിലെ ആളുകളാണ് ഇവർ എന്നതാണ് ഓർക്കേണ്ടുന്നത്. ഒരാൾക്കെതിരെ ലൈംഗികാരോപണ പരാതി ഉയർന്നപ്പോൾ ആ പീഡനത്തിന്റെ തീവ്രത എന്താണ് എന്ന് നോക്കിയിട്ട് വേണം നടപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാർട്ടി അന്ന് പോയപ്പോൾ പോലും ഒരു അക്ഷരം കമ എന്ന് മിണ്ടാത്ത ആളുകളാണ് ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ മലയാളി വാർത്തയ്ക്ക് പ്രത്യേകിച്ചൊരു അനുകമ്പയൊന്നുമില്ല. പക്ഷേ ഇവിടെ രണ്ടുപേരും കുറ്റക്കാരായിട്ടുള്ള ഒരു വിഷയത്തിൽ എന്തിന് ഒരാളെ മാത്രം ക്രൂശിക്കപ്പെടുന്നു എന്നുള്ള വിഷയമാണ് ചോദ്യചിഹ്നമായിട്ട് മാറുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിനെ വളരെയധികം അപമാനിക്കുന്ന അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം PP ദിവ്യ ഒരു പ്രതികരണം നടത്തിയത്. ഈശ്വര, പുരുഷ കമ്മീഷൻ എന്ന് പറഞ്ഞ് പുരുഷന്മാരെ അപമാനിക്കരുത് എന്നും എല്ലാ പുരുഷന്മാരും രാഹുൽമാരല്ല എന്നുമൊക്കെയാണ് PP ദിവ്യയുടെ പരിഹാസ പ്രതികരണം. പോലീസ് സ്നേഹ സംഭാഷണത്തിനായി കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് എന്നാണ് ദിവ്യ കുറിച്ചിരിക്കുന്നത്. നേരത്തെ ലൈംഗികാരോപണം നേരിടുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുടച്ച നടിമാരായ അനുശ്രീക്കും സീമാജി നായർക്കുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണം നടത്തിയിട്ടുള്ള അതേ വ്യക്തിയാണ് ഈ PP ദിവ്യ എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിന് പുറത്തു കഴിയുന്ന ഗോവിന്ദച്ചാമിയാണെന്നും ഇങ്ങനെയുള്ള ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കുന്നതിൽ അനുശ്രീയെയും സീമയെയും പോലുള്ളവരുടെ പിന്തുണയും ആലിംഗനവും പ്രോത്സാഹനവും ഒക്കെ വേണമെന്നും പറഞ്ഞ് അതിമോശമായിട്ടുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിൽക്കുന്ന പൊതുമാധ്യമങ്ങളിൽ വരുന്ന സ്ത്രീകൾ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് ഒരു സഖാത്തി PP ദിവ്യ പ്രതികരണം നടത്തിയത് എന്നത് നമ്മൾ അതിഗുരുതരമായിട്ട് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടം MLAക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ചു എന്നുള്ള കേസിൽ രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പൗടിക്കോണത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തിയ അന്വേഷണം സംഘം ഒപ്പം വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. രാഹുൽ സ്വന്തം വാഹനത്തിൽ വരാമെന്ന് അറിയിച്ചിട്ട് പോലും പോലീസ്
അദ്ദേഹത്തെ വലിയ രീതിയിലൊരു കുറ്റവാളിയെ പോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. രാഹുൽ ഈശ്വറിന്റെ ഭാര്യയ്ക്കൊപ്പം കാറിൽ രാഹുൽ ഈശ്വർ പോലീസ് അകമ്പടിയോടെ നന്ദാവനത്തിലെ AR ക്യാമ്പിലേക്ക് എത്തുകയായിരുന്നു. അതിജീവിതയെ തിരിച്ചറിയാൻ കഴിയും വിധം വെളിപ്പെടുത്തൽ നടത്തിയെന്നും അപമാനിച്ചുവെന്നും രാഹുൽ ഈശ്വർ അടക്കം 4 പേർക്കെതിരെയാണ് അതിജീവിത ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. സന്ദീപ് വാര്യർക്കെതിരെയും യുവതി പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് വിവരം. 2 സ്ത്രീകൾക്കെതിരെയും യുവതി പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ പരാതി നൽകിയത് മുതൽ അതിജീവിതയ്ക്കെതിരെ രൂക്ഷമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ചതിന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അടക്കമുള്ളവർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുക്കുന്ന സംഭവം. ഇതുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർ അടക്കം പ്രതികരണം നടത്തിക്കഴിഞ്ഞു. ഈ കേസിനെതിരെ പ്രതികരിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ കുറിക്കുന്നത് ഇങ്ങനെ: രാഷ്ട്രീയ പ്രേരിതമായി എടുത്തിരിക്കുന്ന കള്ളക്കേസാണ് ഇതെന്നും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി താൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ കുറിക്കുകയുണ്ടായി. 1 വർഷം മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ ഇട്ട ഫോട്ടോ മറ്റു ചിലർ ദുരുപയോഗം ചെയ്ത പേരിൽ തനിക്കെതിരെ എടുത്ത കേസ് നിയമപരമായി നേരിടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള 3ാം കിട തന്ത്രമാണ് പിണറായി സർക്കാർ നടത്തുന്നതെന്നും സന്ദീപ് വാര്യർ ആരോപിച്ചു. KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സന്ദീപ് വാര്യർക്ക് പുറമെ ദീപ ജോസഫ്, രഞ്ജിത പുളിക്കൽ എന്നിവർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. മഹിളാ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് 1ാം പ്രതി. സുപ്രീം കോടതി അഭിഭാഷകയായ ദീപ ജോസഫ് 2ാം പ്രതിയാണ്. സന്ദീപ് വാര്യർ 4ാം പ്രതിയുമാണ്. 5ാം പ്രതിയായ രാഹുൽ ഈശ്വറിനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്തായാലും സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ഒരു തരത്തിലും നീതീകരിക്കാനാവാത്ത കള്ളക്കേസാണ് രാഷ്ട്രീയ പ്രേരിതമായി എടുത്തിരിക്കുന്നത്. ഒരിക്കൽ പോലും പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. 1 വർഷം മുമ്പ് വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ അക്കാലത്ത് ഇട്ട ഫോട്ടോ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തതിന്റെ പേരിൽ എനിക്കെതിരെ എടുത്ത കള്ളക്കേസിനെ നിയമപരമായിട്ട് നേരിടും. നീതിക്ക് വേണ്ടി ഇന്ന് തന്നെ ബഹുനീതിന്യായ പീഠത്തെ സമീപിക്കും. ശബരിമല സ്വർണ്ണപ്പാളി അടക്കമുള്ള വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള 3ാം കിട തന്ത്രമാണ് പിണറായി സർക്കാർ നടത്തുന്നത്. അപ്രഖ്യാപിത സർസംഘചാലക് പിണറായിക്കെതിരെ പോരാട്ടത്തിൽ നിന്ന് ഇത് കൊണ്ടെത്തിക്കുമെന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള വിവരങ്ങൾ തള്ളിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരയുകയാണ് കേരള പോലീസ്. രാഹുൽ ഒളിവിൽ എന്ന് തോന്നിപ്പിക്കാൻ നടത്തിയിട്ടുള്ള നീക്കമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തി എന്നുള്ള വാർത്ത എന്ന് പോലീസിന്റെ വിലയിരുത്തൽ. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിരവധി നീക്കങ്ങൾ നടന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ ഇന്ന് കൂടുതൽ പരിശോധനകൾ നടത്താനുള്ള സാധ്യതകളുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. സംസ്ഥാന വ്യാപകമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ കൂടുതൽ യാത്ര ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ. രാഹുൽ പാലക്കാട്ട് നിന്ന് കടന്നത് ചുവന്ന പോളോ കാറിലാണ് എന്നുള്ള സൂചനയും പോലീസിന് ലഭിച്ചു. പാലക്കാട് നിന്ന് മുങ്ങുന്നതിന് മുൻപ് 3 ദിവസം മുൻപ് രാഹുലിന്റെ കൈവശം ഈ കാർ ഉണ്ടായിരുന്നുവെന്നും കൂടാതെ രാഹുലിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളിൽ അത് ഡിലീറ്റ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ. കഴിഞ്ഞ വ്യാഴാഴ്ചയിലെ ദൃശ്യങ്ങളാണ് DVR-ൽ നിന്നും ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. DVR പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അപ്പാർട്ട്മെന്റ് കെയർ ടേക്കറെ സ്വാധീനിച്ച് ദൃശ്യം ഡിലീറ്റ് ചെയ്തതായിരിക്കാമെന്നാണ് സംശയം. കെയർ ടേക്കറെ SIT ഇന്ന് ചോദ്യം ചെയ്യാനിരിക്കുകയാണ്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിട്ടത് അതിവിദഗ്ധമായിട്ടുള്ള നീക്കം എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. ഫ്ളാറ്റിൽ നിന്ന് ഇറങ്ങിയത് മുതൽ സഞ്ചരിച്ചത് CCTV ഇല്ലാത്ത റോഡുകൾ കൂടെയാണ് എന്നും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കാൻ കാർ മാത്രം പല വഴിക്ക് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞ് പോലീസ് ഊർജിതമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിനിടെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള നടപടികളിലേക്കാണ് ഈ ഒരു കേസ് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതേ സമയത്ത് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിന്റെ പ്രചാരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്.